അന്ന് ആ ഹോസ്റ്റലിലേക്ക് അവർ എത്തിയ സമയത്ത് ഏകദേശം രാത്രി ഇരുട്ടിയിരുന്നു. അന്ന് രേവതിയെ ആദ്യമായി ആ മുറിയിലേക്ക് കടത്തിവിടുമ്പോൾ അവൾക്ക് നൽകിയ റൂം നമ്പർ 13. അവിടെ ഒരു പ്രേതബാധയുണ്ടെന്ന് രേവതിയുടെ അച്ഛനും അമ്മയ്ക്കും അറിയാമായിരുന്നിട്ട് പോലും രേവതിയെ അന്ന് ആ ഹോസ്റ്റൽ റൂമിലെ ആ 13-ാം നമ്പർ മുറിയിൽ തന്നെ അവളെ ആക്കിയതിനു ശേഷം അവർ തിരിച്ചു പോരുന്ന സമയത്ത് ആ ഹോസ്റ്റലിലെ ഒരു പെൺകുട്ടി അവരുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ആ റൂമിൽ നിന്ന് നിങ്ങളുടെ മകളെ മാറ്റിക്കോളൂ, ആ മുറിയിൽ പ്രേതമുണ്ട്. അത് കേട്ട ഉടനെ തന്നെ രേവതിയുടെ അച്ഛൻ പറഞ്ഞു, നിങ്ങളൊക്കെ കുട്ടികളാണ്. ഈ കാലഘട്ടത്തിൽ പ്രേതം, പിശാചി എന്നൊക്കെ പറഞ്ഞു നിൽക്കാതെ പോയി പഠിക്കാൻ നോക്കൂ എന്ന് പറഞ്ഞ് രേവതിയുടെ അച്ഛൻ ആ കുട്ടിയെ വഴക്ക് പറഞ്ഞു വിട്ടു. എന്നാൽ ഇതൊന്നും ആയിരുന്നില്ല യഥാർത്ഥ കഥ. രേവതി പഠിത്തത്തിൽ വളരെ പുറകോട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. വീട്ടിൽ അച്ഛനും അമ്മയും ഒരുപാട് നിർബന്ധിച്ചാൽ പോലും രേവതി ഒട്ടും പഠിക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് +2 വിദ്യാഭ്യാസത്തിന് ശേഷം ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ നിർത്തി കോളേജ് പഠനത്തിലേക്ക് വിടാമെന്നായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും തീരുമാനം. എന്നാൽ രേവതിക്ക് തൻ്റെ വീട് വിട്ടു പോരാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്നും ആ ഒരു കോളേജ് ഹോസ്റ്റലിൽ എത്തും വരെ രേവതി തൻ്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നത് ഇഷ്ടമല്ല, ഇനി മുതൽ ഞാൻ നന്നായി പഠിച്ചുകൊള്ളാം, എന്നെ ഒരിക്കലും ഹോസ്റ്റലിൽ ആക്കരുത് എന്നൊക്കെ പറഞ്ഞ് രേവതി തൻ്റെ അച്ഛനോടും അമ്മയോടും വളരെയധികം നിർബന്ധത്തിൽ പറയാൻ തുടങ്ങി. എന്നാൽ അച്ഛനും അമ്മയും രേവതിയുടെ ഒരു വാക്ക് പോലും കേൾക്കാതെ അന്നത്തെ രാത്രി തന്നെ ആ ഹോസ്റ്റലിലേക്ക് അവളെ കൊണ്ടാക്കുന്നു. എന്നാൽ ഹോസ്റ്റലിൽ കൊണ്ടാക്കുന്ന സമയത്ത് അവിടെ നിന്നും ആ ഒരു വാർഡൻ അടുത്തേക്ക് ചെന്ന് ആ ഒരു രജിസ്റ്റർ എല്ലാം ഫിൽ ചെയ്യുന്ന സമയത്ത് ആ വാർഡൻ 13-ാം നമ്പറിന്റെ ഒരു ചാവി എടുത്ത് രേവതിയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം രേവതിയുടെ അച്ഛനോടും അമ്മയോടുമായി സ്വകാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞു. പല കുട്ടികളും ആ ഒരു 13-ാം നമ്പർ മുറിയിൽ ഒരു പ്രേതാത്മാവ് ഉണ്ടെന്ന് പറയാറുണ്ട്. എന്നാൽ അതൊന്നും നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്, അവിടെ അങ്ങനെ ഒരു ആത്മാവോ മറ്റോ ഒന്നും ഇല്ല എന്ന് അവളുടെ അച്ഛനോടും അമ്മയോടും പറയുന്നു. എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ തൻ്റെ അച്ഛനും അമ്മയും പറയുന്നു, ഏയ് ഞങ്ങൾക്ക് അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല, ഈ കാലഘട്ടത്തിൽ പ്രേതം, പിശാച് എന്നൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ ആ 13-ാം നമ്പറിന്റെ കീ തന്നെ കൊടുത്തോളൂ എന്ന് പറഞ്ഞ് രേവതിക്ക് അവളുടെ കയ്യിൽ 13-ാം നമ്പറിന്റെ ചാവി കൊടുത്ത് അവരുടെ പാരൻസ് അവളെ ആ 13-ാം നമ്പറിന്റെ പടി വരെ കൊണ്ടാക്കി അവളെ അകത്തേക്ക് കയറ്റി. അതിനുശേഷം അവർ തിരികെ പോരുകയും ചെയ്തു. എന്നാൽ അവൾ ആ 13-ാം നമ്പറിലേക്ക് കയറി പോകുന്ന സമയത്ത് ആ ഹോസ്റ്റൽ മുഴുവൻ അത് അറിഞ്ഞിരുന്നു. അവിടെ മുഴുവൻ ഒരു ഗോസിപ്പ് പറഞ്ഞിരുന്നു, എടാ 13-ാം നമ്പറിലേക്ക് ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു, നാളെ പുലർച്ചെ അവളുടെ ശവശരീരം നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് ഹോസ്റ്റലിലെ പല മുറികളിലും അത്തരത്തിലുള്ള ഒരു അഭ്യൂഹം പരന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അന്നത്തെ രാത്രി തന്നെ രേവതിക്ക് ആ മുറിയിലെ പൈശാചിക ശക്തിയുടെ ആ ഒരു കാഴ്ച അവൾക്ക് ലഭിച്ചിരുന്നു. തൻ്റെ വീട്ടിൽ നിന്നും വിട്ടു നിൽക്കുന്ന സങ്കടത്തിൽ അന്ന് രാത്രി അവൾ ഉറങ്ങിയിരുന്നില്ല. ആ സമയത്ത് അവളുടെ മുറി പോലും അവളൊന്ന് ശ്രദ്ധിച്ചതുപോലുമില്ല. അങ്ങനെ കുറേ സമയം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് കറണ്ട് പോയത്. ആ കറണ്ട് പോയ സമയത്ത് അവൾ കയ്യിലിരുന്ന ഒരു മെഴുകുതിരി കത്തിച്ച് അവിടെ മേശയിൽ വെച്ചു. ആ സമയത്താണ് അവൾ അവളുടെ റൂം മുഴുവൻ ഒന്ന് ചുറ്റും നോക്കുന്നത്. ആ സമയത്ത് ചുമരിൽ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു, ഒരു ചുവന്ന മഷി കൊണ്ട് എഴുതിയതുപോലെ. എന്നാൽ അതൊരു ചുവന്ന മഷി കൊണ്ടായിരുന്നില്ല എഴുതിയത്, അത് രക്തം കൊണ്ട് എഴുതിയ ഒരു വാക്യമായിരുന്നു. നിങ്ങൾ എനിക്ക് ചെയ്തതിന് ഞാൻ ഉറപ്പായും നിങ്ങളോട് പകരം ചെയ്യും എന്ന് ആ റൂമിൽ പലയിടങ്ങളിലായി എഴുതി വെച്ചിരുന്നു. ആ സമയത്താണ് അവൾക്ക് പെട്ടെന്ന് അവളുടെ പുറകിൽ നിന്നും ആരോ കരയുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങിയത്. അവൾ എവിടെ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ആ റൂമിൽ പലയിടങ്ങളിലായി തിരഞ്ഞു. എന്നാൽ അവൾക്ക് എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കാനേ സാധിച്ചില്ല. അങ്ങനെ പലയിടങ്ങളിലായി ആ റൂമിന്റെ ബാത്റൂമിലും വരാന്തകളിലും മൂലകളിലും അവൾ പരതിക്കൊണ്ടേയിരുന്നു. എന്നാൽ അവൾക്ക് അത് കണ്ടെത്താനേ ആയില്ല. അങ്ങനെ പതിയെ ഇരിക്കുന്ന സമയത്താണ് ആ കരച്ചിൽ വളരെ വലിയ ആക്രോശമായി മാറിയത്. എന്നിട്ട് ആ ഒരു ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു വാക്യം വന്നു, നിന്നെ ഞാൻ വർഷങ്ങളായി കാത്തിരിക്കുകയായിരുന്നു, നീ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം, നിന്റെ മരണത്തിലൂടെ ഞാൻ ശാപമോക്ഷം നേടും, നീയാണ് എനിക്ക് ഇര,
എന്നിങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നായി ഒരു സ്ത്രീ പിറുപിറുക്കുന്നത് പോലുള്ള ഒരു ശബ്ദം രേവതിക്ക് കേട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ രേവതിക്ക് ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു സമയം കൂടെ അവൾ ഉറങ്ങാതെ നിൽക്കുമ്പോഴായിരുന്നു അവളുടെ നേരെയുള്ള ചുമരിൽ മെഴുകുതിരിയുടെ പ്രതിബിംബമായി ഒരു നിഴൽ രൂപം പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ആ നിഴൽ രൂപത്തിന്റെ കണ്ണുകൾ ചുവന്ന ഒരു ലൈറ്റ് വെച്ചതുപോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ അവൾ പെട്ടെന്ന് അത് ഭയന്ന് വിറച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ആ മുറി അവൾക്ക് തുറക്കാനേ സാധിച്ചില്ല. എന്നാൽ അന്നത്തെ ദിവസം രേവതിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ നേരം വെളുത്തു അവൾ കോളേജിലേക്ക് ചെന്നു. അങ്ങനെ കോളേജിലേക്ക് എത്തിയ സമയത്താണ് അവളുടെ കൂടെ +2 പഠിച്ച ജനനിയെ അവൾ നേരിട്ട് കാണുന്നത്. ആ കണ്ട സമയത്ത് ജനനി അവളുടെ അടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞു, നീ ജീവനോടെ പുറത്തിറങ്ങുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു. നീ എന്തിനാണ് റൂം നമ്പർ 13 തന്നെ തിരഞ്ഞെടുത്തത്? ആ മുറിയിൽ പ്രേതാത്മാവുണ്ട്. നീ ഒരിക്കലും ആ മുറിയിൽ താമസിക്കരുത്. നിനക്ക് വേണമെങ്കിൽ എൻ്റെ മുറിയിലേക്ക് വരാം എന്ന് പറഞ്ഞ സമയത്ത് രേവതി മനസ്സിൽ കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ചകളെ കുറിച്ച് ഓർത്തു. എന്നിട്ട് ജനനിയോട് പറഞ്ഞു, എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ തീരെ താല്പര്യമില്ല, എനിക്ക് വീട്ടിലേക്ക് പോകാനാണ് താല്പര്യം. ആ സമയത്ത് ജനനി പറഞ്ഞു, എങ്കിൽ നീ വീട്ടിലേക്ക് പോയിക്കോ, നിന്റെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ പറയൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് രേവതി പറഞ്ഞു, ഞാൻ അവിടെ ചെന്നാൽ അവർ എന്നെ വീട്ടിൽ കയറ്റില്ല. അവർക്ക് ഞാൻ പഠിക്കാത്തത് കാരണം എന്നോട് ദേഷ്യമാണ്. അതുകൊണ്ടാണ് എന്നെ ഹോസ്റ്റലിൽ ചേർത്തിയത്. ആ റൂമിൽ നിന്ന് ഞാൻ നിന്റെ മുറിയിലേക്ക് വരാം എന്ന് പറഞ്ഞ് ജനനിയോട് രേവതി പറഞ്ഞു. അന്ന് അവർ കോളേജിൽ നിന്നും ഹോസ്റ്റലിലേക്ക് മടങ്ങി. ആ സമയത്ത് ജനനി പറഞ്ഞു, ഇന്നു മുതൽ നീ എൻ്റെ മുറിയിലല്ലേ താമസിക്കുന്നത്, അതുകൊണ്ട് ആ മുറിയിലെ നിന്റെ വസ്തുക്കളൊക്കെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചോളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് രേവതി പറഞ്ഞു, എൻ്റെ ഒരു ബാഗും എൻ്റെ ഒരു മൊബൈൽ ഫോണും മാത്രമേ മുറിയിലുള്ളൂ, ഞാൻ അതെടുത്തു വരാമെന്ന് പറഞ്ഞ് രേവതി ആ മുറിയിലേക്ക് പോയി. എന്നാൽ രേവതി ആ മുറിയിലേക്ക് പോകുന്ന സമയത്ത് ജനനി പറഞ്ഞു, നീ തനിയെ പോവണ്ട, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് ജനനിയും രേവതിയുടെ കൂടെ പോയി. എന്നാൽ രണ്ടുപേരും ഭയന്ന് വിറച്ചുകൊണ്ടായിരുന്നു ആ മുറിയിലേക്ക് അവർ പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ആ ഒരു മുറി തുറന്നപ്പോൾ അവിടെ കത്തിക്കൊണ്ടിരുന്ന ഒരു ബൾബ് അവർക്ക് മുന്നിൽ മിന്നി മിന്നി കത്തുന്നത് പോലെയായി. പെട്ടെന്ന് ആ ഒരു മുറി മൊത്തത്തിൽ ഇരുട്ടായി. പൊതുവെ ആ ഒരു മുറി മറ്റുള്ള മുറികളിൽ നിന്നും ഒരു ഇരുട്ട് നിറഞ്ഞ സ്വഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് കയ്യിലെ മൊബൈൽ ഫ്ലാഷിൻ്റെ സഹായത്തോടു കൂടി അവർ അവരുടെ സാധനങ്ങളെല്ലാം അവിടെ നിന്നും എടുക്കാൻ തീരുമാനിച്ചു. ആ സമയത്താണ് പെട്ടെന്ന് അവർക്ക് പിന്നിലെ ആ ഒരു വാതിൽ അതിശക്തമായി അടഞ്ഞത്. അതിനുശേഷം ആ ഒരു ചുമരിൽ നിന്നും ഒരു വിരൂപമായ ഒരു വികൃതമായ ഒരു രൂപം അവരുടെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നു. എന്നിട്ട് ആദ്യം ആ ഒരു രൂപം അവരോടായി പറഞ്ഞു, ഓ, നിങ്ങൾ വന്നു, എനിക്ക് സന്തോഷമായി. എന്തിനാണ് എന്നെ ഒറ്റയ്ക്കിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയത്? നിങ്ങളെ രണ്ടുപേരെയും വർഷങ്ങൾക്ക് ശേഷം കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആദ്യം ഞാൻ നിന്നെയാണ് കൊല്ലാൻ പോകുന്നത് എന്ന് ജനനിയുടെ മുഖത്തേക്ക് നോക്കി ആ ഒരു ആത്മാവ് പറഞ്ഞു. അതിനുശേഷം നിന്നെയും ഞാൻ കൊല്ലുമെന്ന് രേവതിയുടെ മുഖത്തേക്ക് നോക്കി. എന്നാൽ നിന്നെ കൊല്ലുന്ന സമയത്ത് ഞാൻ അതിക്രൂരമായി ആസ്വദിച്ച്, വളരെയധികം ആസ്വദിച്ച് മാത്രമേ കൊല ചെയ്യുകയുള്ളൂ. അത്രത്തോളം കടപ്പാടും കടമയും ഉണ്ട് എനിക്ക് നിന്നോട്, അതുപോലെ തീർത്താ തീരാത്ത പ്രതികാരവും എന്ന് പറഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് ആ ഒരു രൂപം ജനനിയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്ത് അവളുടെ കഴുത്ത് ഞെരിച്ച് അവളെ അതിക്രൂരമായി കൊല ചെയ്യാൻ തുടങ്ങി. ഉടനെ തന്നെ ജനനി ശ്വാസം കിട്ടാതെ പിടഞ്ഞ് അവൾ അവിടെ വീഴുകയും ചെയ്തു. അതിനുശേഷം രേവതിയുടെ അടുത്തേക്കെത്തിയ ആ ഒരു വികൃതമായ പ്രേതാത്മാവിനോട് രേവതി ചോദിച്ചു, നീ എന്തിനാണ് എന്നെ കൊന്ന് സന്തോഷിക്കുന്നത്? നിനക്ക് കൊല്ലണമെങ്കിൽ നിന്നെ ആരാണോ ചതിച്ചു വഞ്ചിച്ചത് അവരെ വേണം നീ കൊല്ലാൻ എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ ഒരു ആത്മാവ് പറഞ്ഞു, അങ്ങനെ ഞാൻ കൊല്ലുകയാണെങ്കിൽ ഉറപ്പായും നിന്റെ അച്ഛനെയാവും ഞാൻ ആദ്യം കൊല്ലുക എന്ന്. അത് കേട്ട ഉടനെ തന്നെ രേവതി ഭയത്തോടെ ആ ഒരു ആത്മാവിനെ നോക്കി, എന്ത്, എൻ്റെ അച്ഛനെയോ? എൻ്റെ അച്ഛനെ നീ എന്തിനു കൊല്ലണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ ഒരു പ്രേതാത്മാവ് ഒരു പഴയ കാലഘട്ടത്തിലേക്ക് രേവതിയെ കൂട്ടിക്കൊണ്ടുപോയി. 35 വർഷങ്ങൾക്ക് മുമ്പേ ഞാനും ഈ കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ആ സമയത്ത് നിന്റെ അച്ഛനും ഈ ഒരു കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കറുപ്പ് നിറമായത് എൻ്റെ തെറ്റല്ല. ഞാനൊരു പുരുഷനെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ടതും എൻ്റെ തെറ്റല്ല. അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച നിന്റെ അച്ഛനെ എനിക്ക് ലഭിച്ചില്ല.
എന്നാൽ എൻ്റെ ഇഷ്ടം ഞാൻ ആദ്യമായി പറയാൻ പോകുന്ന സമയത്ത് നിന്റെ അച്ഛൻ എന്നെ കളിയാക്കി ചിരിച്ചു, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച്. എന്നാൽ അതുമാത്രമായിരുന്നില്ല എനിക്ക് സങ്കടം. അദ്ദേഹം എൻ്റെ രൂപത്തെയും ഭാവത്തെയും എൻ്റെ ഈ വികൃതമായ മുഖത്തെയും പരിഹസിച്ച് ചിരിച്ചു. നിന്നെ പോലെ ഇത്രയും വികൃതമായ രൂപമുള്ള ഒരു സ്ത്രീയെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കുമെന്ന് എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തി. അന്നത്തെ രാത്രി ഹോസ്റ്റലിലേക്ക് റൂം നമ്പർ 13 ഈ മുറിയിലേക്ക് വന്ന ഞാൻ സ്വന്തം തീ കൊളുത്തി മരിക്കുകയായിരുന്നു. അതിനുശേഷം നിന്റെ അച്ഛനെ പ്രതികാരം വീട്ടാൻ വേണ്ടി പലതവണ ശ്രമിച്ചെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നു. നിന്നിലൂടെ ഞാൻ അദ്ദേഹത്തെ പകരം വീട്ടാമെന്ന് കരുതിയിരുന്നു. അതുകൊണ്ട് ആദ്യം ഞാൻ നിന്നെ കൊന്നതിന് ശേഷം നിന്റെ ആത്മാവിൽ കയറി നിന്റെ അച്ഛനെയും എനിക്ക് കൊല ചെയ്യണം എന്ന് പറഞ്ഞ് അതിക്രൂരമായി തന്നെ രേവതിയെ ആ ഒരു ദുഷ്ടാത്മാവ് അവിടെ കൊല ചെയ്തു. സ്വന്തം മകളുടെ മരണത്തെക്കുറിച്ചറിഞ്ഞ ഏതൊരച്ഛനും സങ്കടപ്പെട്ട് നിലവിളിച്ച് കരയുകയാണ് പതിവ്. എന്നാൽ രേവതിയുടെ അച്ഛൻ മരണം കേട്ട ഉടനെ തന്നെ തൻ്റെ അച്ഛനും അമ്മയും സന്തോഷിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് അച്ഛൻ രേവതിയുടെ അമ്മയോട് പറഞ്ഞു, റൂം നമ്പർ 13 ആ ആത്മാവിനെ കൊണ്ട് നമുക്കൊരു ശല്യവുമില്ല, അതിന് നമ്മൾ നമ്മുടെ മകളെ ഇരയായി നൽകി. ആ സമയത്ത് രേവതിയുടെ അച്ഛനും അമ്മയ്ക്കും ആ ഒരു പ്രേതാത്മാവ് ഉണ്ടെന്ന് അറിയാമായിരുന്നു. അതിന് പിന്നിൽ എന്തോ ഒരു കഥയും ഉണ്ടായിരുന്നു. എന്നാൽ സ്വന്തം മകളുടെ ശവം പോലും ഏറ്റുവാങ്ങാൻ അവർ ആ ഹോസ്റ്റലിലേക്ക് പോയില്ല എന്നുമാണ് പറഞ്ഞു കേട്ടത്. എന്നാൽ അവിടെ നിന്നും കഥ അവസാനിച്ചില്ല. രേവതിയുടെ അച്ഛൻ്റെ കളിയാക്കൽ മൂലം മരണപ്പെട്ട ആ ആത്മാവ് നിത്യശാന്തിയായി മോചിതയായി. എന്നാൽ സ്വന്തം മകളെ ഒരു ആത്മാവിന് കാഴ്ചവെച്ച ഏതൊരു പിതാവിനെയും ക്ഷമിക്കാനോ സഹിക്കാനോ ഏതൊരു മകൾക്കും കഴിയില്ല. അതുകൊണ്ട് രേവതിയുടെ ശരീരവും രേവതിയുടെ ആത്മാവും ഒരു പ്രേതാത്മാവായി മാറി. സ്വന്തം അച്ഛനെയാണ് പിന്നീട് പ്രതികാരത്തിനായി തിരഞ്ഞെടുത്തത് എന്ന് ഓർക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്നു. അങ്ങനെ ഒരു പ്രതികാരവുമായി പിന്നീട് രേവതി എത്തിയത് സ്വന്തം അച്ഛനരികിലേക്കാണ്. പിന്നീട് ഉറപ്പായും സ്വന്തം അച്ഛനെ അവൾ വകവരുത്തിയിരിക്കാം എന്നാണ് കഥയുടെ നിഗമനം പറയുന്നത്. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള ധാരാളം കഥകൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ആ കഥകളൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കും എൻ്റെ കൂടെ കൂടാം.